ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യാൻ വേണമെന്ന്. ഇന്നൊരു ദിവസം ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പോൾ ഇന്ന് അമ്മ ജോലിക്ക് പോയി. അപ്പോൾ ശ്രുതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പോണെയാണ്. ഒരു വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് A to Z കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോണെയാണ്. എങ്ങനെയാവുമെന്ന് പറഞ്ഞുകൂടാ. രാവിലെ തന്നെ നമുക്കപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന തുടങ്ങാം. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഞാൻ ഉണ്ടാക്കി അവിടെ നിന്ന് തുടങ്ങി ഉച്ചക്കുള്ള ലഞ്ച്. എൻ്റെ പൊന്നിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വർക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അടുക്കളയിൽ ചെറിയൊരു ഹെൽപ്പിന് വേണ്ടി ഒരാളവിടെ ഉണ്ട്. ഇന്ന് നല്ല വാള് മൂടിലാണെന്ന്. രാവിലെ എൻ്റെ പൂല് നല്ല ഡാർക്ക് വാളാണ്. അപ്പോൾ നേരെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരൊക്കെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പില്ലേ. ആ എന്ത് പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാണോ അല്ലേ? ഇന്ന് മൂടാണെന്ന് തോന്നുന്നു. ഇന്നൊരു സുഖമില്ലാത്തൊരു ദിവസം, സുഖമില്ലാത്ത വാൾമൂടാണ്. അപ്പോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് നിക്കണേണ്. ഏകദേശം ഇത് ഇവിടെ ആയിട്ട് നിക്കണല്ലേ. ഇത് ഇവിടെ നിക്കാണ്. അതാണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് നിക്കണ. അപ്പൊ പിന്നെ ഗ്യാസ് ആയതൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞ ആർക്കും മനസ്സിലേക്ക് കൊടുക്കാൻ പറ്റില്ല എന്താ ബുദ്ധിമുട്ടൊന്നും. അപ്പൊ ഞാൻ നിക്കണേരുന്നു. അപ്പൊ ഞാൻ എന്ത് കരുതി, ഞാനപ്പോ എല്ലാ പണികളും ഞാൻ ഏറ്റെടുക്കാന്ന് കരുതി അല്ലേ. എന്നിട്ട് എല്ലാരും ഏറ്റെടുക്കാന്നാണ് പറയണത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ സഹായിച്ചൊക്കെ ചെയ്യാറുണ്ട്. കുഞ്ഞു വലിയ പണി അമ്മ ചെയ്തിട്ടുണ്ടാവും. മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ട്. അമ്മ ചോറ് മക്കാക്കി സെറ്റാക്കി വെച്ചിട്ട് വൈകിട്ട് തിന്നാൻ മാത്രം മതി. ഇപ്പൊ ചായക്ക് മാത്രം ഉണ്ടാക്കാനുള്ള, അല്ലാണ്ട് വേറെ പണികളായിട്ട് വലിയ പണികളൊന്നുമില്ല. അതെ. അപ്പൊ ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ നമുക്ക് നേരെ നമ്മൾ ഉപ്പുമാണ് ഉണ്ടാക്കണത്. ടഫായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് അരി വറുത്തിട്ടോണല്ലോ ചെയ്യാം. അരിയല്ല, പൊടി വറുത്തിട്ടോണല്ലോ ചെയ്യാം. അരിയല്ല, റവ. ആ പൊടി എന്ന് പറഞ്ഞല്ല, റെഡി ആയിക്കോ. അതെ, പിന്നെ എന്താവും നമുക്ക് നോക്കാം, കണ്ടു നോക്കാം. ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാട്ടാ. ഓക്കെ, നമുക്ക് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. കുറച്ചെടുത്തിട്ടുള്ളൂ. അങ്ങനെ ആദ്യത്തെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ഇത്തിരി കുഞ്ഞി തന്നെയാണ്. അതുകൊണ്ട് അതിൽ കേറുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചിറകണത്. ചിരങ്ങണത് കോമഡിയാണ്. പകുതി ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകും. എന്നാലും ചിരങ്ങണത് രസമുള്ള അങ്ങനെ ഇല്ലേ, നല്ല രസമില്ലേ? അതാണ് ഇന്നത്തെ ആദ്യത്തെ പണി. തുടക്കം ഇടുന്നാണ്. ചായക്കലി കുറച്ച് ദിവസമായിട്ട് മാറി നിൽക്കുകയാണ്. ചായ വെക്കൽ ഇപ്പൊ ഞാൻ വീണ്ടും ഏറ്റെടുത്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രം പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ എന്നാണ് കണ്ട് രാവിലെ തുടങ്ങണത്. ചായ എനിക്ക് ഉണ്ടാക്കി തരും എനിക്ക് അങ്ങോട്ട്. അല്ല, അതിന്റെ ഉള്ളിലുണ്ട്, തേങ്ങ ഉണ്ട് ഇനി. അല്ല, അതിന്റെ ഉള്ളിലുണ്ട്, അത് മുഴുക്കൻ എടുത്തൂടെ? തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ്. ഉപ്പുമാവ് ഇവിടെ ഇരുന്ന് ആവണുണ്ട്. അപ്പോഴത്തേക്കും രാവിലെ തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള മാതള നാരങ്ങ. ഇത് എല്ലാ ദിവസവും മസ്റ്റാണ്. ഇത് എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഞാൻ പകുതി കഴിക്കും, ചിലപ്പോ മുഴുക്കനെ തിരിച്ചിട്ട് ഇതാക്കുള്ളൂ. അതെ, കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് മടുപ്പായത്. ഇത് ബ്ലഡിന് നല്ലതാണ്. പിന്നെ നമുക്ക് അടുത്ത ചെക്കപ്പൊക്കെ വരുമ്പോ ഇതിന്റെ ആവശ്യം നല്ല രീതിക്ക് ഉണ്ട് അല്ലെ. ഇനി അടുത്ത ചെക്കപ്പിന് എല്ലാ ആവശ്യങ്ങൾക്കും ഞാനും വരാന്ന് പറഞ്ഞാണ്. എനിക്ക് വരാൻ തോന്നി, അതാണ് ഞാൻ വന്നത്. അപ്പൊ ഇനി തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇനി ബ്ലഡും മൊത്തത്തിലെല്ലാം കൂടി പവറായിട്ട് നിൽക്കണം. അപ്പൊ ഇത് മാത്രമല്ല, നമുക്ക് ഏറ്റവും നല്ല പോഷകാഹാരങ്ങൾ ഇനി കഴിക്കണം. ഇനിയല്ല, എപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്നത് നല്ല പോഷകാഹാരങ്ങൾ തന്നെയാണ്. എന്നാൽ പോലും ഇനി ഞങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അയൺ ഗുളിക ഒന്നും കഴിക്കാൻ പറ്റണില്ല എന്നെ കൊണ്ട്. അപ്പൊ ഡോക്ടർ അപ്പൊ പറഞ്ഞ് ചിലപ്പോ ഇന്നലെ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റൂലായിരുന്നു. അപ്പം അയൺ മറ്റേ ട്രിപ്പായിട്ട് ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് എന്തോ അതത്ര ഇത് തോന്നണല്ലോ, അയൺ ട്രിപ്പായിട്ട് ഇടണതിനെ പറ്റിയിട്ട് എനിക്ക്. അപ്പൊ അങ്ങനെ ഇടേണ്ടി വരുമെന്ന് പറഞ്ഞ കാരണം ഇപ്പൊ ഞാനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടെന്ന് പറയാറില്ല. അതുകൊണ്ട് ഇന്നലെ ബീറ്റ്റൂട്ടൊക്കെ വലത്തിയിട്ട് ഞാൻ തന്നെ മുഴുക്കനിരുന്ന് കഴിച്ച്. അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുത്ത് തീർക്കും. ഇത് കഴിക്കുമ്പോൾ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നത് ഇങ്ങനത്തെ വീഡിയോകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇത് കഴിച്ചു കഴിയുമ്പോഴേ ഇങ്ങനെ
ഇങ്ങനെ ഇറങ്ങുമ്പോ ബേബി ഇതാക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഇരുന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇരിക്കും ബേബി അവിടെ അനങ്ങണത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. എക്സ്പ്രഷൻ കാണിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ പറയും എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ലേ കഴിച്ചാലല്ലേ എന്ന് പറയും. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നത് ഇനിയൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണം, നല്ലതാണല്ലോ. അപ്പൊ എല്ലാവരും ആകെ ഇഷ്ടമുള്ള ചോറാണ് ഇപ്പൊ. എന്തെങ്കിലും ഒരു സാധനം കഴിക്കൂല ചോറ്. പിന്നെ അല്ലെങ്കിൽ ഇത്തിരി എരിവൊക്കെയുള്ള കറികള്, പുളിയുള്ള സംഭവങ്ങള്, അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. ആ എന്റെ പൊന്നേ ഒന്നും പറയണ്ട. അല്ലാണ്ട് പിന്നെ വേറെ ഒന്നും ഇങ്ങനത്തെ ഇപ്പൊ നല്ല നല്ല സാധനങ്ങളൊന്നും അതൊക്കെ പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നതൊന്നും ഞാനിപ്പോൾ കഴിക്കണല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് പ്രശ്നം. ഇപ്പം ഈ മാതൃനാരങ്ങയ്ക്ക് എനിക്ക് അങ്ങനെ കഴിക്കണതിന് ഒരു മടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നട്ട്സ് ആണെങ്കിലും ഒക്കെ ഞാൻ കഴിക്കണതിന് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതായി പിന്നെ വേണ്ടാത്ത സാധനങ്ങൾ അതിന്റെ ഒരു ഇതിപ്പോശം അങ്ങനെയാണ്. വേണ്ടാത്ത സാധനങ്ങൾ വേണം തോന്നുക, ഇഷ്ടമുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട രീതികളൊക്കെ. നമുക്കിപ്പോ എവിടെ വീഡിയോ കാണാൻ നേരത്തും ആകെ വന്ന വീഡിയോ ഇത് മാത്രമാണ് ഇപ്പൊ. എന്തൊക്കെ കഴിക്കണം. ആ ആ ആ ആ തുടങ്ങിട്ടാ ക്യാമറ സ്പോട്ടാണ്. ശ്രുതി ശ്രുതി നിങ്ങൾ അപ്പൊ അത് ആള് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പറഞ്ഞ് നിക്കാലം ഇതാണ് അവസ്ഥ. നിക്കാലം ഇത് പറ്റും. ആ സൂപ്പർ. ഞാനിപ്പോ അവിടെ ചെല്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല കേട്ടാ. ഇതിപ്പോ ശീലമായി. ഇപ്പൊ ഞാൻ ചെല്ലാൻ ആൾക്ക് ഇഷ്ടമല്ല. തന്നെ ഒറ്റക്ക് ഡീൽ ചെയ്തിട്ട് പോരണം, അതാണ് ആൾക്ക് ഇഷ്ടം. അപ്പൊ ആളിപ്പത്തെ കഴിഞ്ഞ് പരിപാടി ഇതേപോലെ ഒരു 10 മിനിറ്റോട് ഇങ്ങനെ ഉണ്ടാവും. അതുള്ളത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇങ്ങനെ ആൾക്കാരുടെ ചാറ്റിലേക്കും പോണത് ഇന്നത്തെ വിശേഷം അമ്മ അറിയാണ്ട് നമ്പർ ഗ്രൂപ്പിലേക്ക് ഇട്ട് എന്നിട്ട് ഇപ്പൊ കണ്ണ വിളിച്ച് ചീത്ത പറയാനാണ് ഈ കാണുന്നത്. അമ്മ ടെൻഷനായി പോയി. ശരിക്കും എന്താണ് സംഭവം? വീടിന്റെ അടുത്തോട് കൂട്ടുകാരന്റെ മീൻ തട്ടം ഇട്ടൂടാ. അപ്പൊ പുള്ളിക്കാരന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടുകാർക്ക് മൊത്തം മീൻ മേടിക്കാൻ വേണ്ടി. അപ്പൊ നോക്കിയപ്പോ ഞാനിപ്പോ മീൻ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ കയറി നോക്കിയപ്പോ സിന്ധു കൂട്ടറിന്റെ പ്രൊഫൈൽ ചെയ്ത് ഷെയർ ചെയ്തിട്ടേക്കണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവണ ലോക്കാക്കിയിട്ട് ബാഗിൽ ഇടണമെന്ന്. ഇത് തന്നെ കിടന്ന് പ്രവർത്തിക്കലോടെ കിടന്നിട്ട് എന്നിട്ട് ഇപ്പൊ ഓരോരുത്തർ ആന്റിയൊക്കെ വിളിച്ചിട്ടിരിക്കുന്നത് നമ്മളുടെ ചാറ്റ് ഇതിൽ കാണുന്നു. അതായത് അതിന്റെ അകത്തേക്ക് ഇടുമ്പോ അത് തൊട്ട് നോക്കുമ്പോ നമ്മളുടെ നമ്പർ സേവ് ആണെങ്കിൽ നമ്മുടെ സേവ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ കയറുമ്പോ നമ്മുടെ ചാറ്റിലേക്കല്ലേ പോള്. ഇത് ചേച്ചി ഇത് നമ്മുടെ ചാറ്റിലെ ആൾക്കാരല്ലേ. അയ്യോ ഇപ്പൊ കളഞ്ഞു ഇപ്പൊ ഡിലീറ്റ് പറയാൻ വരുവണ്ണാക്കി. ഇങ്ങനത്തെ ഓരോ വിറ്റുകള് കുറച്ചേരം ഇവിടെ വേളം തുടങ്ങിയിട്ടേ. അപ്പൊ ഞാൻ ചോദിക്കണ്ടേ എന്താ സംഭവം, എന്താ സംഭവം. അപ്പൊ അതൊക്കെയാണ് പ്രശ്നം. അതെ. അപ്പൊ നമുക്ക് നേരെ ഒരു സാധനം കിട്ടുന്ന സാധനം വേണ്ടാകോട്ട് ഇപ്പൊ നിങ്ങളെ എന്താണ് കാണിച്ചാൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ അപ്പൊ നമുക്ക് കാണാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തേക്കുള്ള പരിപാടികളായിരുന്നു കേട്ടോ ഇവിടെ. ഞാനിന്ന് ശരിക്കും സൈഡായിട്ട് മിനിറ്റിന് ഛർദ്ദിച്ചോണ്ടിരിക്കണേരുത്. എന്താ നോക്കാത്ത അറിഞ്ഞില്ല. കുളിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചിങ് കൊലുത്താൻ വെച്ചതാണ്, കരിഞ്ഞു പോയി. തീത്തിരി കൂടി കിടക്കായിരുന്നു. അപ്പൊ ഞാൻ കൂട്ടിയിട്ടിട്ട് കുറക്കാൻ പറഞ്ഞത് എന്നിട്ട് ചട്ടി വേറെ വെച്ച് മീൻ ഇപ്പണ്ടായിരുന്നത് 2 മണിക്ക് ചിരട്ടിയിട്ടുണ്ട്. ഇല്ല വെന്തിട്ടുണ്ട്. അയ്യോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? അച്ചിങ് കൊളുത്തി കഴിഞ്ഞാൽ എപ്പോഴും പാളാറുണ്ടല്ലോ. എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് എരിവ് ഇട്ടിട്ടില്ല കേട്ടോ. എരിവ് അധികം ഞാൻ വന്നപ്പില്ലേ മുഖമൊക്കെ മാറിക്കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചെന്താ മുഖം മാറിക്കണേന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കരിഞ്ഞു പോയിന്ന്. നടക്കുമ്പോ ഇതും കൊണ്ട് ഞാൻ സാധനം ഉണ്ടാക്കാൻ വേണ്ട, അത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അത് മാങ്ങ കൊണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞ സാധനം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കൊട്ടിട്ട് പോയി. ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ മാങ്ങ. അതെ, ഈ സാധനത്തിലിട്ട് കുലുക്കിയിട്ടുണ്ടാക്കിയതാണ്. വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാട്ടോ. ഞാൻ കഴിച്ചിട്ടാ റീലിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇരിക്കുവോ പിന്നെ കാണൂലല്ലോ. ഇഷ്ടപ്പെട്ടു.
എരിവ് കുറവാണ് കേട്ടോ. കളർ മുളക് പൊടി ഇട്ടേക്കണം. ആ അതാണ് ഇത്ര കാണുമ്പോൾ തോന്നുന്നത്. എരിവ് കുറവാണ്, പക്ഷെ നല്ല പുളിയും നല്ല ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ഇനി ഒരു പിടുത്തം പിടിച്ചോ, കുറച്ച് കഴിച്ചാൽ മതി, ബാക്കി ഞാൻ തിന്നും. 2-3 വർഷം എനിക്കുള്ളൂ എന്നാ പറഞ്ഞേക്കണത്. അതെ, പിടിച്ചേ ബാക്കി. അപ്പോൾ ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ. ഓക്കെ. അതെ. അപ്പോൾ ഇതേ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കണ്ണൻ പോയിട്ടാ. കണ്ണൻ പോയി കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കണത്. അന്നേരത്ത് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാക്സിമം കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റണ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് സൈഡായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി ഓക്കെ ആയിട്ടിരിക്കണം, വേറെ കുഴപ്പമില്ലാണ്ട് ഇപ്പം ഒന്ന് ആക്റ്റീവായിട്ടിരിക്കണം. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കാണുന്നവരെ ബൈ.